നമ്മൾ ഒരു രാജാവിനെ കാണാൻ പോകുമ്പോൾ എങ്ങനെയായിരിക്കും? ഒരു ഭയമുണ്ടാകും അല്ലേ? ഒരു അകൽച്ചയുണ്ടാകും. നമ്മൾ എന്ത് പറയണം, അല്ലെങ്കിൽ എങ്ങനെ നിൽക്കണം, എന്ത് രീതിയിൽ സംസാരിക്കണം, എല്ലാം നമ്മൾ ശ്രദ്ധിക്കും. പക്ഷേ ശിവനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അങ്ങനെ നമുക്ക് തോന്നുന്നില്ല. ഭഗവാന്റെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരാൾക്ക് തോന്നുന്നത് എന്താണ്? ഇവൻ എനിക്ക് സ്വന്തം ആളാണ് എന്നൊരു ഫീലായിരിക്കും. അതാണ് ഭഗവാന്റെ പ്രത്യേകതയും. മഹാദേവൻ ആരെയും വേർതിരിച്ചു നോക്കുന്ന ദൈവമല്ല. ഭഗവാന്റെ മുന്നിൽ രാജാവും കൂലിപ്പണിക്കാരനും പാപിയും പുണ്യവാനും ഒക്കെ ഒരുപോലെയാണ്. അതുകൊണ്ടാണ് ജീവിതത്തിൽ തകർന്നു പോയ ആളുകൾ പോലും ഭഗവാനെ തേടുന്നത്. കാരണം അവർക്കറിയാം, എന്നെപ്പോലെ ഞാൻ സ്വീകരിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ഭഗവാൻ തന്നെയാണ് എന്നൊരു വിശ്വാസമുണ്ടവർക്ക്. നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ തെറ്റുകൾ ചെയ്യുന്നവരാണ് അല്ലേ? തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരുമില്ല. ചിലപ്പോൾ നമ്മൾക്ക് തന്നെ നമ്മളെ സഹിക്കാനാവാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഇപ്പോഴെങ്കിലും ദൈവം എന്നെ സ്വീകരിക്കുമോ എന്ന്. അപ്പോഴാണ് ഭഗവാൻ നമ്മളെ സമീപിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾക്കപ്പോഴങ്ങനെ തോന്നുന്നത്. ഒരു വിധിയുമില്ലാതെ, ഒരു ചോദ്യം ചെയ്യൽ പോലും ഇല്ലാതെ ചോദിക്കില്ല, ഒരു ചോദ്യവും ചോദിക്കില്ല. അവിടെ ഒരു മാതാവിൻ്റെ കരുണയാണ് നമ്മൾ അനുഭവിക്കുന്നത് അല്ലേ? ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ വലിയ ചിലവോ അല്ലെങ്കിൽ വലിയ ഒരുക്കങ്ങളോ ഒന്നും വേണ്ട. ഒരു തുള്ളി വെള്ളം കൊടുത്ത്, വെള്ളം മതി, ഒരു തുള്ളി വെള്ളം വെച്ചാൽ പോലും ഭഗവാൻ തൃപ്തനാകും. ഒരു ചെറിയ ഇല വെച്ചാൽ പോലും അദ്ദേഹം തൃപ്തനാകും. ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ഓം നമഃശിവായ മന്ത്രം മാത്രം മതി. അതാണ് ഭഗവാന്റെ മഹത്വം. ഭഗവാൻ കാണുന്നത് നമ്മുടെ കയ്യിലുള്ളതല്ല, നമ്മുടെ ഹൃദയത്തിലുള്ളതാണ്. ഒരു ചെറിയ ക്ഷേത്രത്തിൽ ഒരു സാധാരണ മനുഷ്യൻ കയ്യിൽ ഒരു കുടം വെള്ളമെടുത്ത് ഭഗവാന്റെ ശിവലിംഗത്തിന് മുകളിലേക്ക് ഒഴിച്ചാൽ തന്നെയും അത് വലിയ ഒരു യാഗത്തെക്കാട്ടിലും ഭഗവാനെ സന്തോഷിപ്പിക്കുന്ന കാര്യമാണ്. കാരണം അവിടെ ഉള്ളത് സത്യമാണ്, അവിടെ ഉള്ളത് ഭക്തിയാണ്, അവിടെ ഉള്ളതൊരു നിർമ്മലമായ ഒരു മനസ്സാണ്. ഭഗവാന്റെ രൂപം പോലും നമ്മളെ പഠിപ്പിക്കുന്നതാണ്. മറ്റ് ദൈവങ്ങളെപ്പോലെ അലങ്കാരങ്ങളാലോ ഭംഗിയാലോ നിറഞ്ഞ ഒരാളല്ല ഭഗവാൻ. ശരീരത്തിൽ ചാരം പൂശിയിരിക്കുകയാണ്, കഴുത്തിൽ പാമ്പാണ് ഇട്ടിരിക്കുന്നത്, താമസം ശ്മശാനത്തിലാണ്. ഇതൊക്കെ എന്തിനാണ്? അതെല്ലാം ഒരു സന്ദേശമാണ്. ജീവിതത്തിൻ്റെ അവസാന സത്യം മറക്കരുത് എന്നൊരു ഓർമ്മപ്പെടുത്തലാണ് ഭഗവാന്റെ ആ തിരുസ്വരൂപം പോലും. നമ്മളെല്ലാവരും ഒരു ദിവസം ഈ ശരീരം വിട്ടു പോകുന്നവരാണ്. ഈ ലോകത്തിലൊന്നും നമ്മൾക്ക് സ്ഥിരമല്ല. ഈ സത്യം നമ്മൾ മറക്കുമ്പോഴാണ് നമ്മൾക്ക് അഹങ്കാരം വരുന്നത്. എന്നാൽ ഭഗവാൻ നമ്മളെ എപ്പോഴും ആ സത്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയാണ്. നമ്മളത് മറക്കുന്ന സന്ദർഭങ്ങളിലെല്ലാം നമ്മളെ അത് ഓർമ്മപ്പെടുത്തിക്കൊള്ളാൻ തക്കവണ്ണമുള്ള അനുഭവങ്ങൾ നമ്മൾക്ക് തരും. അതുകൊണ്ടാണ് ശിവനെ മനസ്സിലാക്കുന്നവർക്ക് ജീവിതം വളരെ ലളിതമാകുന്നത്. ആ സത്യം അവർക്കറിയാം. എന്തുകൊണ്ടാണ് എനിക്കിതെല്ലാം വരുന്നതെന്നുള്ളവർക്ക് മനസ്സിലാകും. ഭഗവാൻ ഒരേ സമയം ഒരു യോഗിയാണ്, എല്ലാം വിട്ട് ഹിമാലയത്തിൽ ധ്യാനിക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ കാണുന്നത്. അതേസമയം ഒരു കുടുംബസ്ഥനാണ്. ദേവി പാർവതീദേവിയും ഗണപതിയും മുരുകനും ഒപ്പമുണ്ട്. അതായത് ജീവിതം വിട്ട് ഒളിച്ചോടണമെന്ന് ഭഗവാൻ ഒരിക്കലും പറയുന്നില്ല. ജീവിതത്തിനുള്ളിൽ തന്നെ ആത്മീയത കണ്ടെത്തണമെന്നാണ് ഭഗവാൻ പഠിപ്പിക്കുന്നത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ആത്മീയത എന്ന് പറയുമ്പോൾ ഈ ലോകം വിട്ടോ അല്ലെങ്കിൽ കുടുംബം വിട്ടോ ഒക്കെ പോകുന്നതാണെന്ന്. എന്നാൽ ഭഗവാൻ നമ്മളോട് പറയുന്നത്, ഈ ലോകത്തിനുള്ളിൽ തന്നെ ദൈവത്തെ കണ്ടെത്തണം. നിൻ്റെ ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ, ആ ഒരു കുടുംബ ജീവിതത്തിൽ തന്നെ നീ ആത്മീയത മനസ്സിലാക്കണം. അതാണ് ഭഗവാന്റെ മാർഗം. ഭഗവാന്റെ നൃത്തമായ നടരാജ രൂപം നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ജീവിതം ഒരു നൃത്തമാണ്. സന്തോഷവും ദുഃഖവും ലാഭവും നഷ്ടവും ജനനവും മരണവും എല്ലാം ഒരേ താളത്തിൽ നടക്കുന്ന ഒരു നൃത്തമാണെന്നാണ് ഭഗവാൻ പറയുന്നത്. അതിനെ എതിർക്കാതെ അതിനൊപ്പം ഒഴുകാൻ പഠിക്കണം. ഭഗവാനെ ഭക്തർ ഇഷ്ടപ്പെടുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് നോക്കിയാൽ, അവൻ വളരെ വളരെ വേഗം സന്തോഷിക്കുന്നവനാണ്. അശുതോഷൻ എന്ന് ഭഗവാനെ വിളിക്കുന്നത് അതുകൊണ്ടാണ്. ചെറിയൊരു പ്രാർത്ഥന മതി, ഒരു സത്യമായ കണ്ണുനീര് മതി, അതിന് തന്നെ ഭഗവാൻ അവിടെ പ്രതികരിച്ചിരിക്കും. മാർക്കണ്ഡേയൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? മരണത്തെ പോലും ഭഗവാൻ തടഞ്ഞു. കാരണം ഭക്തിയുടെ ശക്തിയാണത്. ശിവനോടുള്ള ആ സത്യമായ ബന്ധം അതൊരു കഥ മാത്രമായിട്ട് നമ്മൾ കണക്കാക്കരുത്. അതൊരു സന്ദേശമാണ്. ഭക്തി സത്യമായാൽ വിധിയും മാറും എന്നൊരു സന്ദേശമാണ് മാർക്കണ്ഡേയൻ്റെ കഥയിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാനെ ആരാധിക്കുന്നവർക്കിടയിൽ ഒരു പ്രത്യേകത കാണാം. അവർക്ക് ഭഗവാൻ ഒരു ദൈവം മാത്രമല്ല, ഒരു സുഹൃത്താണ്. ചിലപ്പോൾ ഒരു അച്ഛനാണ്, ചിലപ്പോൾ ഒരു അമ്മയാണ്, ചിലപ്പോൾ ഒരു ഗുരുവാണ്. ഈ എല്ലാ രൂപത്തിലും ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്.
നമ്മളാണത് മനസ്സിലാക്കേണ്ടത്. നമ്മളിപ്പോൾ ഒരു ദുഃഖത്തിലായിരിക്കുമ്പോൾ ഭഗവാനെ വിളിക്കുമ്പോൾ അവൻ നമ്മളെ കേൾക്കുന്നു എന്നൊരു ഫീൽ ഉണ്ടാകും. അതൊരു ഭ്രമമല്ല, അതൊരാത്മബന്ധമാണ്. അതുകൊണ്ടാണ് ആളുകൾ വീണ്ടും വീണ്ടും ഭഗവാനെ തേടുന്നത്. ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെടുന്ന ഒരാൾക്ക് പോലും ഭഗവാന്റെ മുന്നിൽ ചെന്ന് നിൽക്കുമ്പോൾ അവൻ ശൂന്യനായി തിരികെ വരില്ല. എന്തെങ്കിലും ഒരു തരം ആശ്വാസം, ഏതെങ്കിലും തരത്തിൽ ഒരു ചെറിയ ശക്തി, ഒരു പുതിയൊരു പ്രതീക്ഷ അവൻ കൊണ്ടുവന്ന് തരും. ഇതാണ് ഭഗവാന്റെ യഥാർത്ഥ ശക്തി എന്ന് പറയുന്നത്. അതൊരു അത്ഭുതം കാണിക്കുന്ന ശക്തിയല്ല, അത് ഒരു ഹൃദയത്തെ മാറ്റുന്ന ശക്തിയാണ്. അത് അനുഭവി ഭഗവാന്റെ ഭക്തി അല്ലെങ്കിൽ ഭഗവാന്റെ ആ ഒരു അനുഭവങ്ങളൊക്കെ മനസ്സിലാകുന്നവർക്ക് അത് പെട്ടെന്ന് ഫീൽ ചെയ്യും. നമ്മൾ പലപ്പോഴും ദൈവത്തോട് ചോദിക്കുന്നത് എന്താണ്? എനിക്ക് ഇത് തരൂ, എനിക്കത് തരൂ. എന്നാൽ ഭഗവാനെ ആരാധിക്കുന്നവർ മാറും. അവരങ്ങനെ ചോദിക്കില്ല. അവർ ചോദിക്കുന്നത് കുറയും, അവർ അനുഭവിക്കുന്നത് കൂടും. അവർക്ക് അത് അനുഭവമായിരിക്കും. അവർക്കുള്ളിലൊരു ശാന്തി ഉണ്ടാവും. ആ ഭഗവാന്റെ തിരുസ്വരൂപത്തിനല്ല, ആ ശ്രീകോവിലിന് മുന്നിൽ പോയി നിൽക്കുമ്പോൾ ഭഗവാനെ കാണുമ്പോൾ തന്നെ ഒന്നും ചോദിക്കേണ്ടതെല്ലാം മറന്നു നിന്നു പോകും. കണ്ണുകൾ നിറയും. എന്താണ് ചോദിക്കേണ്ടതെന്ന് പോലും അറിയാതെ അത് മറന്നു പോകും. സ്ഥലകാലബോധം പോലെ നമ്മൾക്ക് മറന്നു പോകുന്ന പോലെ ഭഗവാനെ നമ്മൾ നോക്കി നിൽക്കും. തിരിച്ച് നമ്മൾ ഇറങ്ങി വരുമ്പോഴായിരിക്കും നമ്മൾ ആലോചിക്കുന്നത്, ഭഗവാനോട് അത് ചോദിക്കേണ്ടിയിരുന്നല്ലോ എന്ന്. അത് ചിലപ്പോഴെങ്കിലും തോന്നും. ഭഗവാനോടുള്ള ഭക്തിയുടെ ആരംഭഘട്ടത്തിലൊക്കെ അങ്ങനെ തോന്നും. പിന്നീട് ആ ചോദ്യങ്ങളും ഉണ്ടാവാറില്ല. ആ ഒരു ശാന്തി കിട്ടിയാൽ പിന്നെ പുറത്തെ ലോകം എങ്ങനെയായാലും ഉള്ളിലൊരു സ്ഥിരതയുണ്ടാകും. അതാണ് ശിവഭക്തിയുടെ ഫലം. നമ്മളുടെ കൂടെയുള്ളവർ എങ്ങനെയും ആകട്ടെ, ഏതൊക്കെ തരത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നവരായിക്കോട്ടെ, അതൊന്നും നമ്മളെ അത് എഫക്റ്റ് ചെയ്യില്ല. നമ്മളതൊന്നും വലിയ കാര്യമായിട്ട് നമ്മളത് എടുക്കില്ല. അതിനാലാണ് ഈ ലോകത്ത് എത്ര കാലം കടന്നുപോയാലും എത്ര മാറ്റങ്ങൾ വന്നാലും ഭഗവാനോടുള്ള ഭക്തി ഒരിക്കലും കുറയാത്തത്. മറിച്ച് ദിവസേന കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ഒരു ദൈവം മാത്രമല്ല, ഒരനുഭവമാണ്, ഒരു സത്യമാണ്, ഒരു ആഴമുള്ള നിശബ്ദതയാണ്, നമ്മളിലുള്ള ശ്വാസമാണ്. ആ നിശബ്ദതയിൽ ഒരിക്കൽ നിങ്ങൾ കയറിപ്പോയാൽ തിരിച്ചു വരാൻ നിങ്ങൾക്ക് തോന്നില്ല. കുറച്ച് 5 നിമിഷം നിങ്ങൾ ആ ഒരു നിശബ്ദതയിലിരുന്ന് ഭഗവാനെ ആ ശ്വാസത്തിലൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ളിൽ ആ ഒരു പ്രകാശം നിങ്ങൾക്കുള്ളിൽ ഉണർന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ഭക്തിയിൽ നിന്ന് തിരിച്ചു പോകാൻ തോന്നില്ല. കാരണം അവിടെ പേടിയില്ല, അവിടെ വ്യാജമില്ല. അവിടെ നമ്മളായിട്ട് തന്നെ നമ്മൾക്ക് അവിടെ ഇരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഭഗവാനെ ഒരിക്കൽ ഹൃദയത്തോടെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അവനെ വിട്ടുപോകാൻ പറ്റാത്തത്. ഓരോ ശിവഭക്തരോട് ചോദിച്ചാലും അവർ ഇത് തന്നെയായിരിക്കും പറയുന്നത്. ഓം നമഃ ശിവായ, ഈ ഒരു മന്ത്രം മാത്രം മതി ജീവിതം മാറാൻ, മനസ്സ് ശുദ്ധമാകാൻ, ആത്മാവ് ഉയരാൻ. അതുകൊണ്ട് ശിവനെ ആരാണ് ഇഷ്ടപ്പെടുന്നത് എന്നല്ല ചോദ്യം. ഭഗവാനെ ഒരിക്കൽ സത്യമായി അനുഭവിച്ചാൽ ഇഷ്ടപ്പെടാതെ ഇരിക്കാൻ കഴിയുമോ? അതാണ് സത്യമായ ചോദ്യം. ആ ഒരു കരുണ മനസ്സിലാക്കി കഴിഞ്ഞാൽ, അനുഭവിച്ചു കഴിഞ്ഞാൽ അതാർക്കും പറ്റില്ല ഭഗവാനെ മറന്നു പോവാൻ. ഇതാണ് ഭഗവാന്റെ രഹസ്യം, ഇതാണ് ഭഗവാന്റെ ആകർഷണം, ഇതാണ് ഭഗവാന്റെ അനന്തമായ ഭക്തരുടെ പ്രത്യേകത. അതേപോലെ തന്നെ ഭഗവാനെ സംഹരിക്കുന്നവനെന്നാണ് നമ്മൾ പറയുന്നത്. പക്ഷേ അത് തെറ്റായിട്ട് മനസ്സിലാക്കരുത്. ഭഗവാൻ നശിപ്പിക്കുന്നത് നമ്മളെയല്ല, നമ്മുടെ അഹങ്കാരം, നമ്മുടെ വ്യാജമായ തിരിച്ചറിവുകൾ, നമ്മുടെ ഭയങ്ങൾ, നമ്മുടെ പിടിവാശി, ഇതൊക്കെയാണ് ഭഗവാൻ സംഹരിക്കുന്നത്. അതൊക്കെ നമ്മളിൽ നിന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ശേഷിക്കുന്നത് എന്താണ്? ശുദ്ധമായ ഒരവസ്ഥയാണ്, ഒരു ശാന്തി, ഒരു ആനന്ദം. അതാണ് ഭഗവാൻ. നമ്മൾ പലപ്പോഴും ചോദിക്കില്ലേ, എന്തുകൊണ്ടാണ് നല്ലവർക്ക് കഷ്ടം വരുന്നതെന്ന്? അത് ജീവിതത്തിലൊരു ഭാഗമാണ്, ജീവിതത്തിൻ്റെ ഭാഗമാണത്. ഭഗവാനെ ആരാധിക്കുന്നവർക്ക് പോലും കഷ്ടങ്ങളുണ്ടാകും. പക്ഷേ വ്യത്യാസം എന്താണെന്ന് നിങ്ങൾ അറിയണം. അവർ അതിനെ കാണുന്ന രീതിയിലാണ് മാറ്റം ഉണ്ടാകുന്നത്. മുൻപെല്ലാം പ്രശ്നം വരുന്ന സമയങ്ങളിൽ തകർന്നു പോകുമായിരുന്നു, പ്രതികരിക്കുമായിരുന്നു, ദേഷ്യപ്പെടുമായിരുന്നു, കരയുമായിരുന്നു. പക്ഷെ ഭഗവാനെ മനസ്സിലാക്കിയ ശേഷം അതേ പ്രശ്നം വന്നു കഴിഞ്ഞാലും അവരുടെ ഉള്ളിൽ അവർ തകർന്നു പോകില്ല. കാരണം അവർക്കറിയാം ഇതും കടന്നു പോകും, ഭഗവാന്റെ തുണ കൂടെയുണ്ട് എന്നവർക്കറിയാം. ഇതാണ് ശിവഭക്തിയുടെ ശക്തി. പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതല്ല. ഭഗവാനെ വിളിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭഗവാന് ഇഷ്ടപ്പെട്ടതെല്ലാം വഴിപാട് ചെയ്തു കഴിഞ്ഞാൽ, പരിഹാരങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഇല്ലാതാകുന്നതല്ല. പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ശക്തി അത് നൽകും ഭഗവാൻ.
അതാണ് ശരിയായ ശിവഭക്തിയിലൂടെ കിട്ടുന്നത്, ഒരു ശിവഭക്തന് കിട്ടുന്നത്. അതാണ് ഭഗവാന്റെ അനുഗ്രഹം. നമ്മൾ ഒരിക്കൽ ഭഗവാനോട് ഹൃദയത്തോടെ സംസാരിച്ചിട്ടുണ്ടോ? ഒരു കുഞ്ഞ് തൻ്റെ അച്ഛനോട് സംസാരിക്കുന്നത് പോലെ ആ ഒരു സ്വാതന്ത്ര്യത്തോടെ, ആ ഒരു കോപത്തോടെ സംസാരിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു സുഹൃത്തിനോട് സംസാരിക്കുന്നത് പോലെ എല്ലാം മനസ്സ് തുറന്ന് പറയുന്നത് ഒരു സുഹൃത്തിനോടാണ്. എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അതേപോലെ ഭഗവാനോട് സംസാരിച്ചിട്ടുണ്ടോ? നമ്മൾ അങ്ങനെ സംസാരിക്കാൻ സംസാരിച്ചാൽ നമ്മൾ കാണുന്നത് ഉള്ളിൽ എന്തോ ഒരു ഭാരം കുറഞ്ഞു പോകുന്നതായിട്ടാണ്. അത് ഭഗവാൻ കേൾക്കുന്നതിൻ്റെ അടയാളമാണ്. അതൊരു അത്ഭുതമല്ല, അതൊരു ബന്ധമാണ്. എപ്പോഴും നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, മനസ്സിൽ ആരോടെങ്കിലും പറഞ്ഞാൽ തീരുന്ന എന്തെങ്കിലും സങ്കടമാണ് നിങ്ങളുടെ മനസ്സിലുള്ളിലെങ്കിൽ മറ്റുള്ളവരോട് പറയാൻ നിൽക്കാതെ. അവരത് മറ്റുള്ളവരോട് പോയി പറഞ്ഞ് നിങ്ങളെ പരിഹസിക്കും. പക്ഷേ ഭഗവാനോട് പോയി പറഞ്ഞാൽ, അവിടെ സന്നിധാനത്തിൽ പോയിരുന്ന് കണ്ണടച്ച് ശ്വാസത്തിലൂടെ ഭഗവാനുമായിട്ട് ആ ഒരു സംഭാഷണം നടത്തി കഴിഞ്ഞാൽ, നിങ്ങളുടെ മനസ്സിലുള്ളതെല്ലാം ഭഗവാനിൽ അർപ്പിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അത് ആരോടും പറയില്ല. നിങ്ങൾക്കൊരാശ്വാസം കിട്ടും. അതാണ് നിങ്ങൾ അനുഭവിക്കേണ്ടത്. അങ്ങനെ ഒരു ആത്മബന്ധം വളർത്തിയെടുക്കുന്നവർക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആത്മബന്ധത്തെ തരുന്ന ഒരു ശക്തിയാണ് മഹാദേവനെന്ന് അറിയാവുന്നവരാണ് ഭഗവാന്റെ ഭക്തരെല്ലാവരും. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, ദൈവത്തെ ആരാധിക്കാൻ ഞാൻ പൂർണ്ണമായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണം, എങ്കിൽ മാത്രമേ ഞാൻ ഭഗവാനെ ആരാധിക്കാൻ എനിക്ക് അർഹതയുള്ളൂ എന്ന്. എന്നാൽ ഭഗവാൻ നമ്മളോട് പറയുന്നത്, നീ എങ്ങനെയാണോ, നീ ഏത് തരത്തിലുള്ളവനായിക്കോട്ടെ, നീ എന്ത് തെറ്റ് ചെയ്യുന്നവനായിക്കൊള്ളട്ടെ, നീ എന്ത് ഭക്ഷണം കഴിക്കുന്നവനായിക്കോട്ടെ, അങ്ങനെ തന്നെ നീ എന്നിലേക്ക് വാ എന്നാണ് ഭഗവാൻ പറയുന്നത്. നിങ്ങൾ തെറ്റുകൾ ചെയ്യുന്നവനാണോ? വാ. നിങ്ങൾ തകർന്നവനാണോ? വാ. നിങ്ങൾ ഭയപ്പെടുന്നവനാണോ? വാ. അതാണ് ഭഗവാന്റെ വിളി. അതുകൊണ്ടാണ് ജീവിതത്തിൽ തകർന്നു പോകുന്ന അല്ലെങ്കിൽ വഴിതെറ്റിപ്പോകുന്ന ആളുകൾ ഭഗവാനെ കൂടുതൽ തേടുന്നത്. അതുകൊണ്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഭഗവാനെ ആരാധിക്കുന്നത് ഒരു മതപരമായ കാര്യമായി മാത്രം കാണരുത്. ഒരു മതത്തിൽ അടച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സമുദായത്തിൽ അടച്ചു വയ്ക്കുന്നതല്ല ഭഗവാനെ. അതൊരു ഇന്നർ ട്രാൻസ്ഫോർമേഷനാണ്, ഒരു മാറ്റമാണ്. അത് പുറത്തല്ല, ഉള്ളിലാണ് സംഭവിക്കുന്നത്. നമ്മൾ ഓം നമഃശിവായ എന്ന് ജപിക്കുമ്പോൾ അതൊരു ശബ്ദം മാത്രമായിട്ടല്ല, അതൊരു ശക്തിയാണ്. ആ ശബ്ദം നമ്മളുടെ ഉള്ളിലെ അശാന്തിയാണ് കുറയ്ക്കുന്നത്, നമ്മുടെ ചിന്തകളെയാണ് ശുദ്ധമാക്കുന്നത്. ദിവസവും കുറച്ച് സമയം ശാന്തമായിട്ടിരുന്ന് ആ മന്ത്രം ഹൃദയത്തോടെ ജപിച്ചു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, നമ്മൾ മനസ്സിലാക്കും നമ്മളിൽ എന്തോ മാറി തുടങ്ങുന്നുണ്ടെന്ന്. അത് പെട്ടെന്നൊന്നും സംഭവിക്കുന്നതല്ല. ഒരു ദിവസം നിങ്ങൾ ഇരുന്നാൽ അത് മനസ്സിലാക്കുന്ന കാര്യമല്ല. പക്ഷേ ഒരു ദിവസം നമ്മൾ തന്നെ നമ്മൾക്ക് തിരിച്ചറിയും. നിങ്ങൾ തുടർച്ചയായിട്ടത് ചെയ്തു കൊണ്ടുവന്നാൽ ഞാൻ പഴയ ആളല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അത് നിങ്ങൾ കൂടെ ഇരിക്കുന്നവർ തന്നെ നിങ്ങളോടത് പറയും. പലർക്കും നിങ്ങളോട് വെറുപ്പുണ്ടാകും, അകൽച്ചയുണ്ടാകും, പലരും നിങ്ങളെ വിട്ടുപോകും, അതൊക്കെ ഉണ്ടാകും. ഇതാണ് ഭഗവാന്റെ അനുഗ്രഹം. അതൊരു ദിവസം കിട്ടുന്ന ഒന്നല്ല, അത് കാലക്രമേണ വരുന്ന ഒരു കാര്യമാണ്, ഒരു യാത്രയാണ്. ഈ യാത്രയിൽ ഒരാൾ മുന്നോട്ട് പോകുമ്പോൾ അവർ തിരിച്ചറിയുന്ന ഏറ്റവും വലിയ സത്യം, ഞാനും ശിവനും വേറെ അല്ല എന്നാണ്. എന്ത് കാര്യമുണ്ടെങ്കിലും കുറച്ചു നേരം സൈലൻ്റായിട്ടിരിക്കുക, കണ്ണടയ്ക്കുക, ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക, ഭഗവാനോട് ലയിക്കുക, ഭഗവാനോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുക. ഇതാണ് ഒരു ശിവഭക്തൻ ചെയ്യുന്നത്. അതൊരു വലിയ വാക്കാണ്, പക്ഷേ അതിൻ്റെ അർത്ഥം വളരെ വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഉള്ളിലെ ശുദ്ധമായ ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ അവസ്ഥയാണ് ഭഗവാൻ മഹാദേവൻ. നമ്മളിൽ നിന്ന് കോപം വിട്ടുപോയാൽ അവിടെ ഭഗവാന്റെ ശാന്തതയാണ്. നമ്മൾ അഹങ്കാരം വിട്ടുകഴിഞ്ഞാൽ ഭഗവാന്റെ ആ ഒരു ശാന്തസ്വരൂപമായിട്ട് മാറുകയാണ്. നമ്മൾ സ്നേഹം മാത്രം നിറച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ കരുണയാണ് അവിടെ. എല്ലാവരിലേക്കും ആ കരുണ എല്ലാവരോടും നമ്മൾക്ക് സ്നേഹം തോന്നും. അതുകൊണ്ടാണ് ചിലർ പറയുന്നത് ഭഗവാനെ തേടേണ്ട ആവശ്യമില്ല, ശിവനാകണം എന്ന്. അതൊരു രൂപം മാറുന്നതല്ല കേട്ടോ, അതൊരു അവസ്ഥയാണ്, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു മനോഭാവമാണത്. നമ്മളെല്ലാവരും ആ അവസ്ഥയിലേക്ക് പോകാൻ കഴിയുന്നവർ തന്നെയാണ്. പക്ഷേ നമ്മൾ ഹൃദയത്തെ കല്ലാക്കിക്കൊണ്ട് പുറത്തെ ലോകത്തിൽ അത്രയും നമ്മൾ തിരക്ക് പിടിച്ച് നടക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ ഉള്ളിലേക്ക് നമ്മൾക്ക് പോകാൻ സമയമില്ല, നമ്മളുടെ ഉള്ളിൽ മനസ്സിലാക്കാൻ നമ്മൾക്ക് സമയം കിട്ടുന്നില്ല.
അഥവാ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ സ്വാർത്ഥമായ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുമാണ് ആ ഒരു ധ്യാനത്തെ നിങ്ങൾ യൂസ് ചെയ്യുന്നത്. ധ്യാനാവസ്ഥയിൽ മാത്രമേ മഹാദേവനെ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ പോലും ഇന്ന് പോലും നിങ്ങൾക്കൊരു ചെറിയ സമയമെടുക്കാം, കണ്ണടച്ച് ഒരു ദീർഘശ്വാസം എടുക്കാം, ശാന്തമായി ഓം നമഃശിവായ എന്ന് പറയാം. ഈ ശ്വാസം നിങ്ങളിൽ ഉള്ളപ്പോൾ മാത്രമേ മഹാദേവനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. ശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ശവമാണ്. ആ ഒരു നിമിഷം നിങ്ങൾ അനുഭവപ്പെടുന്ന ആ ശാന്തി, അതാണ് ഭഗവാൻ, അതാണ് മഹാദേവൻ. അത് വലിയ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, വലിയ പൂജകളിൽ മാത്രമല്ല, അത് ഈ നിമിഷത്തിൽ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒന്നാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ സമയമെടുത്തും പണം മുടക്കിയും എങ്ങും ദൂരത്തിൽ പോകേണ്ട ആവശ്യമില്ല. നിങ്ങളിരിക്കുന്ന ഇടത്തിൽ, നിങ്ങളിരിക്കുന്ന ഏതവസ്ഥയാണോ ആ അവസ്ഥയിൽ ഇരുന്നു കൊണ്ട് ഭഗവാനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം, ഭഗവാനെ നിങ്ങൾക്ക് അനുഭവിക്കാം. അതുകൊണ്ടാണ് ഭഗവാനെ ഒരിക്കൽ അനുഭവിച്ചവർ പിന്നെ അവനെ വിട്ടുപോകാൻ പറ്റില്ല. ഭഗവാനില്ലാതെ അവർക്ക് പറ്റില്ല. പിന്നെ അവർക്കറിയാം ഇവിടെ തന്നെയാണ് സത്യം. ജീവിതം എത്ര മാറിയാലും, ആളുകൾ എത്ര മാറിയാലും, കാലം എത്ര കടന്നു പോയാലും ഈ സത്യം മാത്രം മാറില്ല കൂട്ടുകാരെ. അതുകൊണ്ടാണ് ശിവൻ ഇന്നും ജീവനുള്ളത്. ഭക്തരുടെ ഹൃദയത്തിൽ, അവരുടെ ശ്വാസത്തിൽ, അവരുടെ നിശബ്ദമായ ആ ഒരു അവസ്ഥയിൽ ഓരോ ഓം നമഃശിവായ എന്നും അതൊരു വിളിയാണ്, ഒരു ബന്ധമാണത്. ഭഗവാനും നമ്മളും തമ്മിലുള്ള ബന്ധമാണത്. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞാൻ നിന്നോടൊപ്പം ഉണ്ട്. ഇതാണ് ഭഗവാന്റെ വാക്ക്. അതുകൊണ്ടാണ് ലോകത്തിൽ എത്ര ദൈവങ്ങൾ ഉണ്ടായാലും ഭഗവാനുള്ള ആ ഒരു ബന്ധം, ആ അടുപ്പം, ആ ആഴം മറ്റൊന്നിനുമില്ലാത്തത്. ഇത് മനസ്സിലാക്കിയാൽ ഇനി ഈ ചോദ്യം ഒന്നുമല്ല. ഭഗവാനെ എന്തുകൊണ്ടാണ് എല്ലാവരും ഇത്രമാത്രം ഭഗവാനെ സ്നേഹിക്കുന്നത്, ഭഗവാൻ എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഭക്തരുള്ളത് എന്നൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല. അവിടെ അനുഭവമാണ് വേണ്ടിയത്. അപ്പോൾ എല്ലാവരും ശ്വാസത്തിലൂടെ ഭഗവാനെ അനുഭവിക്കാൻ ശ്രമിക്കുക. എല്ലാവരുടെ ജീവിതത്തിലും നന്മകൾ ഉണ്ടാവട്ടെ. ശിവൻ്റെ അനുഗ്രഹം എല്ലാവരിലേക്കും ഒഴുകിയെത്തട്ടെ. ഓം നമഃശിവായ.